നമസ്കാരം. ഇന്ന് നമ്മൾ ടീച്ചിങ് പ്രാക്ടീസിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. ഈ വീഡിയോയുടെ ലക്ഷ്യങ്ങൾ പ്രസന്റേഷൻ സ്കിൽസ് എന്നിവയുടെ പ്രാധാന്യം മനസ്സിലാക്കാം. ഫലപ്രദമായി പ്രസന്റേഷൻ സ്കിൽസ് പാലിക്കാം. വീഡിയോയിലേക്ക് കടക്കാം. സ്ട്രക്ചറിംഗ് ഓഫ് ക്വസ്റ്റ്യൻസ് എന്നത് വളരെ ഇമ്പോർട്ടന്റ് ടെക്നിക്കാണ്. അതിനെക്കുറിച്ച് ട്രെയിനേഴ്സിന് അറിവുണ്ടാകണം. ട്രെയിനർ ചോദ്യം ചോദിക്കുമെന്ന് തോന്നിയാൽ മാത്രമേ ട്രെയിനി ക്ലാസ്സിൽ ശ്രദ്ധയോടെയിരിക്കൂ. ചോദ്യം ചോദിക്കുന്നത് ഒരു നല്ല ടെക്നിക്കാണ്. ആ ടെക്നിക് ട്രെയിനേഴ്സ് എല്ലാവരും അറിഞ്ഞിരിക്കണം. ട്രെയിനറിന്റെ ഒരു ചോദ്യത്തിന് ട്രെയിനി പല രീതിയിൽ ഉത്തരം പറയാൻ ശ്രമിക്കും. അതുകൊണ്ട് തന്നെ ട്രെയിനർ ക്വസ്റ്റ്യൻസ് റൈസ് ചെയ്യണം. അത് നിങ്ങളുടെ ഗോൾ അച്ചീവ് ചെയ്യാൻ സഹായിക്കും. സ്റ്റുഡൻസിനും ഈ സ്കിൽ വളരെ അത്യാവശ്യമാണ്. ഇത് നിങ്ങൾ എപ്പോൾ വേണമെങ്കിലും ഗ്രേഡിന് വേണമെങ്കിൽ പോലും ഉപയോഗിക്കാം. പർപ്പസ് ഓഫ് ക്വസ്റ്റ്യനിങ്: ട്രെയിനീസിനോട് പഠിച്ച കാര്യങ്ങൾ ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ പറയണം. ട്രെയിനീസിന്റെ അടുത്തുനിന്ന് അറിയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അറിയണം. ക്ലാസ്സിൽ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് പഠിപ്പിക്കണം. ട്രെയിനീസിന് ഏത് സബ്ജക്റ്റ് ആണോ പഠിപ്പിക്കുന്നത് അത് വ്യക്തമായി പഠിപ്പിക്കുന്നത് കൊണ്ട് അവർക്കത് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കഴിയും. ട്രെയിനീസ് ഓരോ സബ്ജക്റ്റും പഠിച്ച രീതി എപ്പോഴും ഓർമ്മിക്കും. അതുപോലെ സബ്ജക്ട്സ് അവരുടെ രീതിയിൽ മനസ്സിലാക്കാൻ അവരെ നിങ്ങൾ സഹായിക്കണം. എല്ലാ രീതിയിലും ട്രെയിനി ഇൻവോൾവ്ഡ് ആവാൻ അവരെ സഹായിക്കണം. ഓർഡർ ഓഫ് ക്വസ്റ്റ്യനിങ്: 3 രീതിയിലുള്ള ചോദ്യങ്ങളുണ്ട്. ഒന്ന്, സിമ്പിൾ ക്വസ്റ്റ്യൻ. സബ്ജക്ട് മനസ്സിലാക്കാനും പെട്ടെന്ന് ഉത്തരം പറയാനും ഇത് സഹായകരമായിരിക്കും. രണ്ടാമത്തത്, ഇന്റർമീഡിയറ്റ് ക്വസ്റ്റ്യൻ. പ്രാക്ടിക്കലി ഒരു ടൂൾസിന്റെ സഹായത്തോടെ ഒരു കാര്യം അറിയുകയും പഠിക്കുകയും ചെയ്യുന്നത്. മൂന്നാമത്തത്, ഹയർ ഓർഡർ ക്വസ്റ്റ്യൻസ്. സ്റ്റുഡൻസ് ആലോചിക്കാനും ആർഗ്യൂ ചെയ്യാനും അനലൈസ് ചെയ്യാനും അതിനെക്കുറിച്ചുള്ള പുതിയ ഐഡിയാസ് പറയാനും അനലൈസിസ്, സിന്തസിസ് ആൻഡ് എവല്യൂഷൻ ചെയ്യാനും സഹായകരമായിരിക്കും. നല്ല ചോദ്യങ്ങൾ ചോദിക്കാൻ അവരെ മോട്ടിവേറ്റ് ചെയ്യണം. ഒരേ സമയത്ത് ട്രെയിനർ പല ചോദ്യങ്ങളും പല രീതിയിലും നിങ്ങളോട് ചോദിക്കാം. അത് മനസ്സിലാക്കാനുള്ള കഴിവ് നിങ്ങളിൽ ഉണ്ടാവണം. മീനിങ്ഫുൾ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ്? പഠിപ്പിക്കുന്ന കാര്യവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ വേണം ചോദിക്കാൻ. സ്ട്രക്ചറൽ ക്വസ്റ്റ്യൻസ്: ഇവിടെ ഒരുപാട് വ്യത്യസ്തമായ ചോദ്യങ്ങൾ ചോദിക്കപ്പെടാം. ഇവിടെ സബ്ജക്ട്, ലാംഗ്വേജ് രണ്ടും ശ്രദ്ധിക്കണം. ലാംഗ്വേജ് ആസ്പെക്ട്സിൽ 5 എലിമെന്റ്സ് ഉണ്ട്. അതെന്താന്ന് വെച്ചാൽ, ഗ്രാമാറ്റിക്കൽ കറക്റ്റ്നെസ്, കറക്റ്റായിട്ടുള്ള ഗ്രാമർ യൂസ് ചെയ്യണം. വളരെ എളുപ്പമുള്ള ഭാഷ ഉപയോഗിക്കണം. കോൺഷ്യസ്നസ്, വളരെ വ്യക്തമായ ചോദ്യങ്ങൾ മാത്രം ചോദിക്കണം. റിലവൻസി, സബ്ജക്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രം ഉണ്ടാകണം. അത് ട്രെയിനീസിന് ഹെൽപ്ഫുൾ ആയിരിക്കണം. സ്പെസിഫിസിറ്റി, ചോദ്യങ്ങളും സബ്ജക്ട് ബന്ധപ്പെട്ടതായിരിക്കണം. അതിനുള്ള ഉത്തരവും കണ്ടെത്തണം. ക്ലാരിറ്റി, നിങ്ങൾ സംസാരിക്കുന്ന ഭാഷ വളരെ ക്ലിയർ ആയിരിക്കണം. ഇതിലൂടെ നിങ്ങളുടെ ഇമേജ് വർദ്ധിക്കും. പ്രോസസ്, ചോദ്യം ചോദിക്കാനും ഉത്തരം പറയാനും ഒരു പ്രോസസ് ഉണ്ട്. ഇതിൽ ഒരുപാട് ആസ്പെക്ട്സും ഉണ്ട്. ചോദ്യം ചോദിക്കുന്ന സ്പീഡ്, ചോദ്യങ്ങളൊക്കെ ബ്രേക്ക് ചെയ്ത് അല്ലെങ്കിൽ വളരെ വേഗത്തിൽ അങ്ങനെയൊന്നും ചോദിക്കരുത്. ട്രെയിനറിന്റെ ശബ്ദം വളരെ ക്ലിയർ ആയിരിക്കണം. മാത്രമല്ല അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ എല്ലാവർക്കും കേൾക്കണം. പോസ്, അതിനർത്ഥം ഒരു ചോദ്യം ചോദിച്ചതിന് ശേഷം ട്രെയിനീസ് ഉത്തരം പറയാൻ അവർക്ക് ആവശ്യമുള്ള സമയം കൊടുക്കണം. സ്റ്റൈൽ, നിങ്ങൾ പഠിപ്പിക്കുന്നത് സ്റ്റൈലിഷ് ആയിരിക്കണം. ട്രെയിനി അതിൽ അട്രാക്റ്റ് ആവണം. നിങ്ങളിൽ ആർക്കെങ്കിലും ട്രാൻസ്ഫോമറിനെ പറ്റി നന്നായി വിവരിക്കാൻ കഴിയുമോ? വൈഷ്ണവി, നിനക്ക് ട്രാൻസ്ഫോമറിനെ പറ്റി എന്തൊക്കെ അറിയാമെന്ന് പറയാമോ? ട്രാൻസ്ഫോമർ ഒരു സ്റ്റാറ്റിക് ഡിവൈസ്. അതിന്റെ പവർ ഫ്രീക്വൻസി മാറ്റാൻ കഴിയും. തെറ്റായ ഉത്തരം. ട്രാൻസ്ഫോമർ എപ്പോഴും പവർ ഓഫ് ഫ്രീക്വൻസി മാറ്റാറേയില്ല. സുധീർ, ഞാൻ ചോദിച്ച ചോദ്യത്തിന് നീ ഉത്തരം പറഞ്ഞ് കേക്കട്ടെ. സർ, ട്രാൻസ്ഫോമർ ഒരു സ്റ്റാറ്റിക് ഡിവൈസ് ആണ്. അത് വോൾട്ടേജിനെ ബന്ധപ്പെട്ടിരിക്കുന്നു. അത് പവർ ഫ്രീക്വൻസി ഒരിക്കലും ചേഞ്ച് ചെയ്യില്ല. ഓക്കെ, വെരി ഗുഡ്. ഇതാണ് ശരിയായ ഉത്തരം. ട്രാൻസ്ഫോമർ എപ്പോഴും അതിന്റെ ഫ്രീക്വൻസി പവർ മാറ്റുകയേയില്ല. അത് വോൾട്ടേജ് ആൻഡ് കറണ്ടിനെയാണ് മാറ്റുന്നത്. പ്രോഡക്റ്റ്: ട്രെയിനീസിന്റെ ഉത്തരം വേരിയസ് ഫാക്ടർ ബന്ധപ്പെട്ടതായിരിക്കും. എ, ചോദ്യം മനസ്സിലാക്കാൻ ഇന്റലിജന്റ് ആയിരിക്കണം. ബി, ലാംഗ്വേജ് ഡിഫിക്കൽട്ടീസ്. സി, ഇൻട്രസ്റ്റ് ഇല്ലാതിരിക്കുന്നത്. ഡി, ക്ലാസ്സിൽ ശ്രദ്ധയില്ലാതിരിക്കുന്നത്. ഇ, സിങ്ക്രണൈസ് ആവാത്തത്. എഫ്, അത് ബന്ധപ്പെട്ട ഒരു കാര്യം അറിയാത്തത്. ശരിക്കും ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ചോദിക്കരുത്. അതായത് യെസ്, നോ എന്ന് പറയുന്ന ചോദ്യങ്ങൾ. ഇതവരെ ഗസ് വർക്ക് ചെയ്യാൻ പ്രേരിപ്പിക്കും. എലിപ്റ്റിക്കൽ ക്വസ്റ്റ്യൻസ്: ഇതിന് ഉത്തരം പറയാൻ അവൻ എല്ലാ കാര്യങ്ങളും അറിഞ്ഞിരിക്കണം. എക്കോ ഓർ സജസ്റ്റീവ് ക്വസ്റ്റ്യൻസ്: അത് റീസെന്റ് ആയിട്ട് പഠിപ്പിച്ച സബ്ജക്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആയിരിക്കണം. ഇതവരെ ഒരിക്കലും അധികം ചിന്തിക്കാൻ പ്രേരിപ്പിക്കില്ല. പ്രധാനമായ ചോദ്യങ്ങൾ: ഈ ചോദ്യത്തിനുള്ള ഉത്തരം ചോദ്യത്തിൽ തന്നെ കാണും. റെറ്റോറിക്കൽ ക്വസ്റ്റ്യൻസ്: അതൊരു പെർട്ടിക്കുലർ പോയിന്റിനെ മാത്രം എംഫസൈസ് ചെയ്യും. ഒരു ചോദ്യം എങ്ങനെ അനലൈസ് ചെയ്യണം, പിന്നെ അതെങ്ങനെ ഹാൻഡിൽ ചെയ്യണം. ഇത് ചെയ്യാൻ സബ്ജക്റ്റിനെക്കുറിച്ച് നിങ്ങൾ നല്ല രീതിയിൽ അറിഞ്ഞിരിക്കണം. ഒരു ട്രെയിനർ നിങ്ങളോട് ചോദ്യം ചോദിക്കുമ്പോൾ അതിന് 5 രീതിയിലുള്ള റെസ്പോൺസസ് ഉണ്ടാവും. നിങ്ങൾക്കാർക്കെങ്കിലും ട്രാൻസ്ഫോമറിന്റെ ഡെഫിനിഷൻ പറയാൻ കഴിയുമോ?
എന്താ മിണ്ടാതിരിക്കുന്നേ? വൈഷ്ണവി, ട്രാൻസ്ഫോമറിന്റെ ഡെഫിനിഷൻ ഒന്ന് പറഞ്ഞേ. ട്രാൻസ്ഫോമർ ഒരു സ്റ്റാറ്റിക് ഡിവൈസ്. അതിന്റെ പവർ ഫ്രീക്വൻസി മാറ്റാൻ കഴിയും. റോങ് ആൻസർ. ട്രാൻസ്ഫോമർ ഒരിക്കലും പവർ ഫ്രീക്വൻസിയെ മാറ്റില്ല. നിതേഷ്, ട്രാൻസ്ഫോമർ എന്താണെന്ന് നീ പറ. ട്രാൻസ്ഫോമർ ഒരു ഇലക്ട്രിക്കൽ ഡിവൈസ് ആണ്. ഇതിൽ വോൾട്ടേജിന്റെ കറണ്ട് കൂടുകയും കുറയുകയും ചെയ്യും. പവർ വോൾട്ടേജിൽ മാറ്റം വരും. ഇത് കറക്റ്റായിട്ടുള്ള ഉത്തരമാണോ? ആശീർവാദ്, നീ ഒന്ന് പറഞ്ഞേ, ട്രാൻസ്ഫോമറിന്റെ ഡെഫിനിഷൻ എന്താ? ട്രാൻസ്ഫോമർ ഒരു ഇലക്ട്രിക്കൽ ഡിവൈസ്. അതിൽ വോൾട്ടേജ് കറണ്ട് മാറി മാറി വരും. വോൾട്ടേജ് കറണ്ടിലെ മാറ്റങ്ങൾ. ഓക്കേ, പക്ഷേ ഇത് മുഴുവനായിട്ടുള്ള ഒരു ഉത്തരമല്ല. ഐ മീൻ 100% കറക്റ്റ് അല്ല. വേറെ ആർക്കെങ്കിലും അറിയാമോ? സുധീർ, നിനക്കറിയാമെങ്കിൽ ഒന്ന് കൃത്യമായിട്ട് പറയാൻ കഴിയുമോ? സർ, ട്രാൻസ്ഫോമർ ഒരു സ്റ്റാറ്റിക് ഡിവൈസ് ആണ്. അത് വോൾട്ടേജിനെ ബന്ധപ്പെട്ടിരിക്കുന്നു. അത് പവർ ഫ്രീക്വൻസി ഒരിക്കലും ചേഞ്ച് ചെയ്യില്ല. ഓക്കെ, വെരി ഗുഡ്. ഇതാണ് കറക്റ്റായ ഉത്തരം. ട്രാൻസ്ഫോമർ ഒരിക്കലും അതിന്റെ ഫ്രീക്വൻസിയെയും പവറിനെയും മാറ്റില്ല. അത് വോൾട്ടേജ് കറണ്ടിനെ മാത്രമേ മാറ്റുകയുള്ളൂ. ഓക്കെ, ഇപ്പോ ട്രാൻസ്ഫോമറിന്റെ ഡെഫിനിഷൻ എന്താണെന്ന് മനസ്സിലായല്ലോ? ഓക്കെ, വെരി ഗുഡ്. ഒരു റെസ്പോൺസുമില്ല. റോങ് ആയിട്ടുള്ള റെസ്പോൺസ്. പാർഷ്യലി കറക്റ്റ് ആൻസർ. ഇൻകംപ്ലീറ്റ് ആൻസർ. കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ട്രെയിനിങ് സ്കിൽ എന്നാൽ ട്രെയിനീസിനോട് വേറെ വേറെ ചോദ്യങ്ങൾ ചോദിച്ച് അവരുടെ ഉത്തരങ്ങൾ നമ്മൾ ഡീപ്പായിട്ട് തിങ്ക് ചെയ്യണം. അപ്പോഴേ ശരിയായിട്ടുള്ള ആൻസർ കിട്ടുള്ളൂ. അപ്പോഴേ അവർക്ക് സബ്ജക്റ്റും മനസ്സിലാവൂ. ജഹംഗീര ആൻഡ് അസോസിയേറ്റ്സ് സംബന്ധിച്ച് ചോദ്യം ചോദിക്കുന്നത് തന്നെ അവരൊരു ടെക്നിക്കായിട്ടാണ് കാണുന്നത്. അതിനെങ്ങനെയാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്? ശരിയായ ഉത്തരം കിട്ടാനായി ട്രെയിനീസിന്റെ എല്ലാ റെസ്പോൺസും ശ്രദ്ധയോടെ നിരീക്ഷിക്കുന്നു. വളരെ ക്ലിയറായിട്ട് പറയുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റൂ. സബ്ജക്റ്റ് എല്ലാം വളരെ ഡീപ്പായിട്ട് മനസ്സിലാക്കി കൊടുക്കുന്നതുകൊണ്ട് ഇതിനെ മാനേജ്മെന്റ് സ്കിൽ എന്ന് വിളിക്കുന്നു. കോമ്പോണൻസ് പ്രോംപ്റ്റിംഗ്. ട്രെയിനീസിന് ക്ലൂസ് കൊടുക്കണം. അവർ ശരിയായിട്ടോ അല്ലെങ്കിൽ തെറ്റായിട്ടോ പറഞ്ഞാൽ പോലും അവരെ നിങ്ങൾ സഹായിക്കണം. ബി. ശരിയായ ഉത്തരം പറയാൻ വേണ്ടി ഒരേ ചോദ്യം വേറെ വേറെ രീതിയിൽ ചോദിക്കാം. സി. ട്രെയിനീസിന്റെ കോൺഫിഡൻസ് വളർത്താൻ അവരെ മോട്ടിവേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ചോദ്യങ്ങൾ അവരോട് ചോദിക്കണം. ആ ചോദ്യങ്ങൾ അവർക്ക് ശരിക്കും മനസ്സിലാകണം. ചോദ്യങ്ങൾ അധികം ചോദിക്കേണ്ട ആവശ്യം എപ്പോഴാണ് വരുന്നത്? ആൻസർ ഇൻകംപ്ലീറ്റ് ആവുമ്പോഴും അല്ലെങ്കിൽ ആൻസർ തെറ്റുമ്പോഴും. അതുകൊണ്ട് ശരിയായ ഉത്തരം പറയിപ്പിക്കാനായി തുടർച്ചയായി നിങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കുന്നത് നല്ലതാണ്. അല്ലെങ്കിൽ അതിനെക്കുറിച്ച് വ്യക്തമായി പറഞ്ഞു കൊടുക്കണം. റീഫോക്കസിംഗ്. ഇത് ശരിയായ രീതിയിൽ ഉപയോഗിച്ചേ പറ്റൂ. അപ്പോഴേ സബ്ജക്റ്റിൽ ഫോക്കസ് ഉണ്ടാകൂ. ട്രെയിനർ ഒരു കാര്യത്തെ മറ്റൊരു കാര്യവുമായി കമ്പയർ ചെയ്യും. മാത്രമല്ല, പഠിപ്പിക്കുന്ന സബ്ജക്ട് കൂടുതൽ ഡീപ്പായി വ്യക്തമായി പഠിപ്പിക്കാൻ ശ്രമിക്കും. റീഡയറക്ഷൻ എപ്പോഴാണ് സംഭവിക്കുന്നത്? ഒരു ട്രെയിനർ താൻ പ്രതീക്ഷിക്കുന്ന ഉത്തരം കിട്ടാനായി ഒരേ ചോദ്യം തന്നെ പലരോടും ചോദിക്കും. ഈ ടെക്നിക്ക് എപ്പോ ഉപയോഗിക്കും എന്ന് വെച്ചാൽ, ശരിയായ ഉത്തരം കിട്ടാത്തപ്പോൾ, തെറ്റായ ഉത്തരം കിട്ടുമ്പോൾ, ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള ഉത്തരം കിട്ടുമ്പോൾ. ഇൻക്രീസിംഗ് ക്രിട്ടിക്കൽ അവയർനെസ്. ഇത് എപ്പോഴാണ് ഉപയോഗിക്കുക? ട്രെയിനി പറയുന്ന ഉത്തരം മുഴുവനുമായി കറക്റ്റ് ആയിരിക്കും. ട്രെയിനി പറയുന്ന ഉത്തരം നിങ്ങൾക്ക് ഇംപ്ലിമെന്റ് ചെയ്യാം. ട്രെയിനി മനസ്സിലാക്കിയ കാര്യത്തിൽ കൂടുതൽ സ്ട്രോങ് ആവാൻ ട്രെയിനർ ലേണറെ മോട്ടിവേറ്റ് ചെയ്യണം. സ്കിൽ ഓഫ് റീഇൻഫോഴ്സ്മെന്റ് ഫീഡ്ബാക്ക് സ്കിൽ. ഇതൊരു രീതിയിലുള്ള കണ്ടീഷനിംഗ് ആണ്. ഇതിൽ സമ്മാനവും കിട്ടാം, പനിഷ്മെന്റും കിട്ടാം. അങ്ങനെയാണ് ഈ പ്രൊസീജിയർ മൂവ് ആവുന്നത്. ഇവിടെ ട്രെയിനർ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യണം. ഈ പ്രൊസീജിയറിൽ ഒരു ലേണറിന് നല്ല റെസ്പോൺസ് കിട്ടിയാൽ ആ ട്രെയിനി ഒന്നുകൂടി നന്നായി സ്ട്രോങ് ആവും. നിങ്ങൾ ആരെങ്കിലും അപ്രീഷിയേറ്റ് ചെയ്യാൻ വിട്ടു കളഞ്ഞാൽ അവന്റെ കഴിവ് അതോടെ മങ്ങിപ്പോവും. റീഇൻഫോഴ്സ്മെന്റിൽ 2 ഭാഗങ്ങളുണ്ട്. ഒന്ന് പോസിറ്റീവ്, ഇതൊരാളെ മോട്ടിവേറ്റ് ചെയ്യുന്നു. ബി. നെഗറ്റീവ്, ഇതിലൂടെ നിങ്ങളുടെ ബിഹേവിയറിൽ മാറ്റം ഉണ്ടാകുന്നു. ജോഷി പറയുന്നത് റീഇൻഫോഴ്സ്മെന്റ് സ്കിൽ പഠിക്കുന്നതുമായി ബന്ധപ്പെട്ടതാണ്. അതായത് ഒരു ട്രെയിനർ ട്രെയിനിക്ക് കറക്റ്റ് ആയിട്ടുള്ള വഴി പറഞ്ഞു കൊടുക്കണം. അവർ ചെയ്യുന്നത് ശരിയാണെങ്കിൽ അവരെ മോട്ടിവേറ്റ് ചെയ്യണം. കൂടുതൽ അവർ ശ്രദ്ധയോടെ പഠിക്കാനായി ചെറിയ കാര്യങ്ങളിൽ പോലും അവരെ അപ്രീഷിയേറ്റ് ചെയ്യുന്നതും സമ്മാനങ്ങൾ നൽകുന്നതും നല്ലതാണ്. അൺഡിസൈറബിൾ. വാക്കുകൾ തെറ്റായ രീതിയിൽ ഉപയോഗിക്കരുത്. എ. തെറ്റായ വാക്കുകൾ ഉപയോഗിക്കരുത്. ബി. ഡിസ്കറേജ് ചെയ്യുന്ന വാക്കുകൾ ഉപയോഗിക്കരുത്. സി. ഡിസ്കറേജിംഗ് ആയിട്ടുള്ള സെന്റൻസ് യൂസ് ചെയ്യരുത്. വെറുപ്പ് തോന്നുന്ന കാര്യങ്ങൾ ക്ലാസ് റൂമിൽ ചെയ്യരുത്. റീഇൻഫോഴ്സ് തെറ്റായ രീതിയിൽ ഉപയോഗിക്കരുത്. ഡിസൈറബിൾ. നിങ്ങൾ സംസാരിക്കുന്ന കാര്യങ്ങൾ പോസിറ്റീവ് ആയിരിക്കണം. എ. പ്രശംസിക്കുന്ന വാക്കുകൾ. ബി. ട്രെയിനീസിന്റെ മനസ്സ് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലുള്ള വാക്കുകൾ. സി. ട്രെയിനീസിന്റെ ചോദ്യങ്ങൾ മനസ്സിലാക്കുന്നതും നിങ്ങളുടെ രീതിയിൽ ഉത്തരം പറയുന്നതും. നിങ്ങളുടെ ഉത്തരങ്ങൾ ഒരിക്കലും അവരെ വിഷമിപ്പിക്കരുത്. എ. ട്രെയിനീസ് പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ബ്ലാക്ക് ബോർഡിൽ എഴുതാം. ബി. നോൺ വെർബൽ ആക്ഷൻ. നല്ല വാക്കുകൾ നിങ്ങൾക്ക് ഉപയോഗിക്കാം.
ഇതുവരെ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചതെന്ന് റിവൈസ് ചെയ്ത് നോക്കിയാലോ? എഫക്റ്റീവ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നത് വളരെ നല്ല കാര്യമാണ്. ഇതുകൊണ്ട് ട്രെയിനീസിന്റെ ഓർമ്മശക്തി നല്ല രീതിയിൽ വർദ്ധിക്കും. ഡിസ്കഷനിൽ കൂടി അവർ കൂടുതൽ കാര്യങ്ങൾ പഠിക്കും. ശരിയായ ഉത്തരം കിട്ടണമെങ്കിൽ ചോദ്യങ്ങൾ ചോദിക്കൂ. അവർക്ക് ആ ചോദ്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കൂ. ഒരു ട്രെയിനിന്റെ അടുത്തുനിന്ന് പകുതി ഉത്തരമേ കിട്ടിയതെങ്കിൽ അതിനെ അപ്രീഷിയേറ്റ് ചെയ്യാതെ അതിനെക്കുറിച്ച് അവന് വ്യക്തമായി പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നത് നല്ലതാണ്. ഈ വീഡിയോയിൽ കാണിച്ചതെല്ലാം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നന്ദി, നമസ്കാരം.